Good afternoon all. Today we can go to the first chapter of section C, Concord. Last class we have discussed some rules and the basic concept that related to Concord. കോൺകോർഡുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് റൂൾസും അതിൻ്റെ ആ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്നും എല്ലാം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കി. അപ്പോൾ ആ കോൺകോർഡുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് സെൻറ്റൻസസ് ആണ് ഈ ചാപ്റ്ററിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ആ സെൻറ്റൻസിലെ മിസ്റ്റേക്സ് അല്ലെങ്കിൽ എറേഴ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ കോൺകോർഡ് എന്തായിരുന്നു? ഇൻ ഗ്രാമർ, Concord means the agreement between the subject and the verb. സബ്ജക്റ്റും വെർബും തമ്മിലുള്ളൊരു എഗ്രിമെൻ്റ് ആണ് കോൺകോർഡ് എന്ന് പറയുന്നത്. അപ്പം സബ്ജക്റ്റും വെർബും മാത്രമല്ല, അതിൽ ഒരു സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും, പ്രൊനൗൺസ് ഉണ്ടായിരിക്കും, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം തമ്മിലൊരു എഗ്രിമെൻ്റ് സബ്ജക്റ്റിനുണ്ടായിരിക്കണം. അതാണ് കോൺകോർഡ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് നമുക്ക് കുറേ സെൻറ്റൻസ്, ഒരു 11 സെൻറ്റൻസസ് തന്നിട്ടുണ്ട് കോൺകോർഡുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പം അതിലെ മിസ്റ്റേക്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം we can go to the first sentence. Every member of that crowd of 2000 people were dissatisfied with the performance on the stage. ഈ സെൻറ്റൻസ് ഒന്ന് നോക്കിയേ. which is the subject in this sentence? every member ആണ് ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കി എവ്രി, ഈച്ച് ഇങ്ങനെയുള്ള ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന സെൻറ്റൻസിലെല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വേർബ് ആണെന്നുള്ളത് നോക്കി. അപ്പം ഇവിടെ നോക്കിയേ, എവ്രി മെമ്പർ ഓഫ് ദാറ്റ് ക്രൗഡ് ഓഫ് 2000 പീപ്പിൾ were dissatisfied with the performance on the stage. ഇവിടെ സിംഗുലർ വെർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ല, വേറെന്ന് പറയുന്ന ഒരു പ്ലൂറൽ വെർബാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്ലൂറൽ വെർബ് യൂസ് ചെയ്ത് എന്തുകൊണ്ടാണ്? പീപ്പിൾ എന്നുള്ള നൗണ്, ആ നൗൺ എന്ന് പറയുന്ന ഒരു പ്ലൂറൽ നൗണാണ്. അതിനെ ബേസ് ചെയ്താണ് ഇവിടെ വേറെന്നുള്ള ആ പ്ലൂറൽ വെർബ് യൂസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇവിടുത്തെ എറർ എന്താണ്? എറർ ഓഫ് പ്രോക്സിമിറ്റി ആണ്. പ്രോക്സിമിറ്റി മീൻസ് നിയർനെസ്. പ്രോക്സിമിറ്റി എന്ന് വെച്ചാൽ നിയർനെസ് ആണ്. ഇപ്പോൾ വെർബിൻ്റെ അടുത്ത് കിടക്കുന്ന നൗൺ ഏതാണോ അത് കൺസിഡർ ചെയ്താണ് ഇവിടെ പ്ലൂറൽ വെർബ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നിയർനെസ് നോക്കി വെർബിനെ കൺസിഡർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ എറർ ഓഫ് പ്രോക്സിമിറ്റി ആണ്. പീപ്പിൾ എന്നുള്ള സിംഗുലർ അല്ല, പ്ലൂറൽ ആണ് പീപ്പിൾ. അതുകൊണ്ടാണ് വേർ യൂസ് ചെയ്തിരിക്കുന്നത്. നോക്കി ഈ സെൻറ്റൻസിന് നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? Every member of that crowd of 2000 people was dissatisfied with the performance on the stage. Okay, clear? Then we can go to the next sentence. The audience was restive and they greeted the singer with the boos and catcalls. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഓഡിയൻസ് വാസ് റെസ്റ്റീവ് എന്ന് വെച്ചാൽ ഇംപേഷ്യൻ്റ് ആയിട്ടിരിക്കുന്നതിനാണ് റെസ്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഗ്രേറ്റഡ് ദ സിംഗർ വിത്ത് ബൂസ് ആൻഡ് കാറ്റ് കോൾസ്. ബൂസ് ആൻഡ് കാറ്റ് കോൾസ് മീൻസ് റിഡിക്കൂൾ. അപ്പോൾ അവർ റിഡിക്കൂൾ ചെയ്യുക അല്ലെങ്കിൽ കളിയാക്കി കൂകി വിളിക്കുന്നതിനൊക്കെയാണ് ബൂസ് ആൻഡ് കാറ്റ് കോൾസ് എന്ന് പറയുന്നത്. ഇവിടെ സബ്ജക്റ്റ് ഏതാ ഈ സെൻറ്റൻസിൽ? ഓഡിയൻസ് ആണ് സബ്ജക്റ്റ് അല്ലേ? ഓഡിയൻസ് ഈസ് എ കളക്റ്റീവ് നൗൺ. ഓഡിയൻസ് ഒരു കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗൺ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? കളക്റ്റീവ് നൗണ് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ റൂൾ എന്തായിരുന്നു? വി ക്യാൻ യൂസ് ഐദർ ആ സിംഗുലർ ഓർ എസ് പ്ലൂറൽ. നമുക്ക് അതിനെ സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും യൂസ് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ വരുന്നത്? ഇവിടെ ദ ഓഡിയൻസ് വാസ്, അതെവിടെ നമുക്ക് കറക്റ്റ് ആണ്. കാരണം സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ വേറെ വന്നാലും ശരിയാണ്, പ്ലൂറൽ ആയിട്ടും യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ എറർ എന്ന് പറയുന്നത് ദെയ്യാണ് അല്ലേ? അപ്പം ഈ പ്രൊനൗണും ഇതും തമ്മിലൊരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു റിലേഷൻ വേണം. ഇത് തമ്മിൽ ഒരു റിലേഷനും ഇല്ല. വാസും ദെയ്യും തമ്മിൽ ഒന്ന് പ്ലൂറലും ഒന്ന് സിംഗുലറും ആണ്. അപ്പം ഇവിടെ നമുക്ക് ഈ സെൻറ്റൻസിനെ രണ്ടായിട്ട് റീറൈറ്റ് ചെയ്തെഴുതാം. നോക്കിയേ, ദ ഓഡിയൻസ് were restive and they greeted the singer with boos and catcalls. ഇപ്പോൾ വേർ വന്നാൽ ഇവിടെ they ശരിയാണ്, രണ്ടും പ്ലൂറൽ ആണല്ലോ. നെക്സ്റ്റ്, the audience was restive and
It greeted the singer with the boos and catcalls. ഇപ്പോൾ was വന്നാൽ ഇവിടുത്തെ പ്രൊനൗണിൻ്റെ അവിടെ എന്ത് വരണം? ഇറ്റ് വരണം. സിംഗുലർ ആയിട്ടുള്ള തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് ഇറ്റ്. ഇത് they എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ പ്ലൂറൽ ഫോം ആണ്. അപ്പോൾ ഇവിടെ രണ്ടും സിംഗുലർ ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ ഈ കളക്റ്റീവ് നൗൺ വരുമ്പം ഇങ്ങനെയാണെന്നുള്ളത് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് we can go to the third sentence. The auditorium as well as its premises were crowded with people. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? Here the subject is auditorium. ഇവിടെ സബ്ജക്റ്റ് എന്താ? ഓഡിറ്റോറിയം ആണ്. ഇറ്റ്സ് എ സിംഗുലർ സബ്ജക്റ്റ്. അതൊരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. നോക്കിയേ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു റൂളും പഠിച്ചതാണ്. വേർഡ്സ് ജോയിൻഡ് to the singular subjects with the as well as, together with, along with, etc. do not affect the number. അപ്പം ഓഡിറ്റോറിയം എങ്ങനെ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഇപ്പുറത്തെ as well as വന്നാൽ അതിനെ അഫക്റ്റ് ചെയ്യുന്നേ ഇല്ല അല്ലേ? as well as അല്ലെങ്കിൽ along with, together with ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ വെച്ച് കണക്ട് ചെയ്താൽ പോലും സെന്റൻസിനെ കണക്ട് ചെയ്താൽ അത് നമ്മൾ ഇഗ്നോർ ചെയ്താൽ മതി. ആ സബ്ജക്റ്റ് ആദ്യം ഏതാണോ വരുന്നത് അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കി മാത്രം വെർബ് ചേഞ്ച് ചെയ്യുക. അല്ലാതെ as well as അതിന് ശേഷമുള്ള ഒന്നും നമ്മൾ നോക്കുകയോ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കിയേ, the auditorium as well as its premises was crowded with the people. ഇപ്പം ഇവിടെ വേറല്ല was ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. was എന്ന് പറയുന്നത് സിംഗുലർ വെർബാണ്. ഇപ്പം ഇവിടെ പ്രിമൈസസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണല്ലോ. അപ്പം ഈ പ്രിമൈസസ് ആണ് ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ സ്ഥാനത്ത് പ്രിമൈസസ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ വേറെ ശരിയാണ്. പക്ഷെ ഇവിടെ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മളിവിടെ വാസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, neither the stage attendants nor the manager were able to control the crowd. Here also we can see that there are two subjects, സ്റ്റേജ് അറ്റൻഡൻസ് ആൻഡ് ദ മാനേജർ. അപ്പോൾ ഇവിടെ രണ്ട് സബ്ജക്റ്റ് ഉണ്ട്, സ്റ്റേജ് അറ്റൻഡൻസും മാനേജറും. ഇവിടെ നോക്കിയേ, ഈ റൂൾ എങ്ങനെയായിരുന്നു? നൈദർ നോർ യൂസ് ചെയ്ത് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്താൽ വെർബ് അല്ലെങ്കിൽ വെർബ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? നോറിന് ശേഷം വരുന്ന നൗണ് പ്ലൂറൽ ആണോ അതോ സിംഗുലർ ആണോ എന്ന് നോക്കി വേണം വെർബ് ചേഞ്ച് ചെയ്യാനായിട്ട് അല്ലേ? ഇപ്പം നോറിന് ശേഷം ഇവിടെ വന്നിരിക്കുന്നത് എന്താ? ദി മാനേജർ. മാനേജർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പം ഇവിടെ വേറല്ല വാസ് ആണ് യൂസ് ചെയ്യുന്നത്. വാസ് എന്ന് പറയുന്ന ഒരു സിംഗുലർ വേർബാണ്. ഓക്കെ, നോക്കിയേ, ഇവിടെ ശരിക്കും ഈ വേർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വാസ് യൂസ് ചെയ്യുന്ന ഏത് റൂൾ വെച്ചാണ്? പ്രോക്സിമിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ആ ഒരു റൂൾ വെച്ചാണ് നമ്മളിവിടെ വേർബ് യൂസ് ചെയ്യുന്നത്. പ്രോക്സിമിറ്റി പ്രിൻസിപ്പിൾ എന്താണ്? നിയർനെസ് ആണ് അല്ലേ? വേർബിന്റെ അടുത്ത് വന്നിരിക്കുന്ന നൗൺ ഏതാണോ അല്ലെങ്കിൽ സബ്ജക്റ്റ് ഏതാണോ അതിനെ നോക്കി നമ്മൾ ആ ഒരു എഗ്രിമെന്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. The verb agrees with the noun near it. The real subject is the noun that comes after nor. നോറിന് ശേഷം വരുന്നതാണ് ശരിക്കും അതിൻ്റെ അത് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. So we use was instead of were. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? was ആണ് വേറിന് പകരം ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇത് ക്ലിയർ ആണല്ലോ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഐദർ ഓർ ഒക്കെ വരുമ്പോഴും ഇതേ റൂൾ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ഈസ് സീംഡ് ദാറ്റ് either the poor arrangements or the lack of space were responsible for this situation. ഇപ്പോൾ ലാസ്റ്റ് സെന്റൻസിൽ നമ്മൾ ഫോളോ ചെയ്ത അതേ റൂളാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഐദർ ഓർ വെച്ച് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്യുവാണെങ്കിൽ ഓറിന് ശേഷം അല്ലെങ്കിൽ രണ്ടാമത് വരുന്ന സബ്ജക്റ്റ് ഏതാണോ അത് നോക്കി വേണം വെർബ് ചേഞ്ച് ചെയ്യാനായിട്ട്. അത് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ്, പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ്. ഓക്കെ, ഇറ്റ് ഈസ് സീംഡ് ദാറ്റ് either the poor arrangements or the lack of space was responsible for this situation. ഇപ്പോൾ ഇവിടെ lack of space എന്ന് പറയുന്ന സിംഗുലർ ആയതുകൊണ്ട് നമ്മളിവിടെ was യൂസ് ചെയ്യണം. ഇപ്പോൾ poor arrangements ആണ് ഇവിടെ വന്നിരിക്കുന്നത്, ഓറിന് ശേഷം വന്നിരിക്കുന്നതെങ്കിൽ അത് വേറെ തന്നെയാണ്, കറക്റ്റ് ആവും. ഇവിടെ പക്ഷേ സിംഗുലർ വെർബാണ്, സിംഗുലർ നൗൺ ആണ് അല്ലെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ വി യൂസ് സിംഗുലർ വെർബ്. നെക്സ്റ്റ്, സിക്സ്ത് സെന്റൻസ്. More than one attempt were made to rush on to the stage. ഇപ്പോൾ ഇവിടെ
എന്താ പറഞ്ഞിരിക്കുന്നത്? മോർ ദാൻ വൺ അല്ലെ, മോർ ദാനിലാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു റൂൾ എന്ന് വെച്ചാൽ മോർ ദാനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിനെല്ലാം തന്നെ നമ്മൾ സിംഗുലർ വെർബ് ആണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, മോർ ദാൻ വൺ ഈസ് ട്രീറ്റഡ് ആസ് സിംഗുലർ. മോർ ദാൻ വൺ സിംഗുലർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിംഗുലർ വെർബ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. So the sentence become more than one attempt was made to rush on to the stage. So we use was instead of were. Next, seventh sentence. The crowd grew so muddle-headed that good and bad music alike was greeted with shouts. Muddle-headed എന്ന് വെച്ചാൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് അല്ലെങ്കിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് നമ്മൾ muddle-headed എന്ന് പറയുന്നത്. ഇവിടെ ഈ സെന്റൻസിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗുഡ് ആൻഡ് ബാഡ് മ്യൂസിക് ആണ്. ഗുഡ് മ്യൂസിക് ആൻഡ് ബാഡ് മ്യൂസിക്. അപ്പോൾ ഇത് ഗുഡ് മ്യൂസിക്കിന്റെ ബാഡ് മ്യൂസിക്കിന്റെ ഒരു കൊളാപ്സ്ഡ് വേർഷനാണ് ഗുഡ് ആൻഡ് ബാഡ് മ്യൂസിക് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ ശരിക്കും രണ്ട് സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? പ്ലൂറൽ ആണ്. പ്ലൂറൽ സബ്ജക്റ്റ് ആകുമ്പോൾ പ്ലൂറൽ വെർബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഗുഡ് ആൻഡ് ബാഡ് മ്യൂസിക് alike were greeted with shouts. were ആയ പ്ലൂറൽ വെർബാണ് നമ്മൾ ഈ സെന്റൻസിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, next we can go to the eighth sentence. It is I who is to blame for bringing in these fools, lamented the manager. ഈ സെന്റൻസിൽ ഒരു റൂൾ ഉണ്ട്. A relative pronoun is followed by a verb in agreement with the antecedent. ഇവിടെ റിലേറ്റീവ് പ്രൊനൗൺ ഏതാണ്? ഹൂ ആണ്. ഹൂ എന്ന് പറയുന്ന ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആണ്. ഹൂ, ഹും, ഹൂഎവർ ഇതെല്ലാം റിലേറ്റീവ്. ദാറ്റ്, വിച്ച് ഇതെല്ലാം റിലേറ്റീവ് പ്രൊനൗൺസ് ആണ്. അപ്പോൾ റിലേറ്റീവ് പ്രൊനൗണ് അതിൻ്റെ റിലേറ്റീവ് പ്രൊനൗണിന് ശേഷമാണ് വെർബ് വരുന്നത് അല്ലേ? ആ വെർബും അതുപോലെ തന്നെ ആ സെന്റൻസിലെ ആന്റിസിഡന്റും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ആന്റിസിഡന്റ് എന്താണെന്ന് വെച്ചാൽ ആന്റിസിഡന്റ് ഇസ് ദ വേർഡ് ദാറ്റ് എ പ്രൊനൗൺ ഇൻഡിക്കേറ്റ്സ് ഇൻ എ സെന്റൻസ്. ഒരു സെന്റൻസിൽ പ്രൊനൗൺ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേർഡ് ഏതാണോ അതിനെയാണ് നമ്മൾ ആന്റിസിഡന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ജോൺ ലവ്സ് ഹിസ് ഡോഗ്. ഇവിടെ നോക്കിയേ, ജോൺ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ജോണിനെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹിസ് എന്ന് പറയുന്ന പ്രൊനൗൺ യൂസ് ചെയ്താണ് അല്ലേ? ഹിസ് എന്ന് പറയുന്ന പ്രൊനൗണ് ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ജോണിനെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ ജോൺ ആണ് ആന്റിസിഡന്റ്. ആന്റിസിഡന്റ് is the word that a pronoun indicates in a sentence. So relative pronoun who ആണ്, ആന്റിസിഡന്റ് ഐ ആണ്. അപ്പൊ ആന്റിസിഡന്റും അതുപോലെ തന്നെ ആ വെർബും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഈ സെന്റൻസിൽ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? ഇറ്റ് ഈസ് ഐ ഹു ആം ടു ബ്ലെയിം ഫോർ ബ്രിങ്ങിങ് ഇൻ ദീസ് ഫൂൾസ്. അപ്പൊ ഇവിടെ ഈസിന് പകരം ആം യൂസ് ചെയ്യണം. ഐയുടെ കൂടെ നമ്മൾ ആം ആണല്ലോ വെർബായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ആം ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് I who am to blame. Okay, next we can move to the ninth. No, every man, woman and child who came here are to blame, said someone. This sentence is singular nouns preceded by each or every are treated as singular when they come in a row. ഇവിടെ നോക്കിയേ, വെർബിന് മുൻപ് എന്താണ്? സിംഗുലർ നൗൺസ് ആണ് പ്രിസീഡ് ചെയ്ത് വന്നിരിക്കുന്നത് അല്ലേ? എവ്രി മാൻ, വുമൺ, ചൈൽഡ്. അപ്പൊ എവ്രിയിൽ അല്ലെങ്കിൽ ഈച്ചിൽ തുടങ്ങുന്നിടത്തെല്ലാം നമ്മൾ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. സോ ദ സെന്റൻസ് ബിക്കംസ് നോ എവ്രി മാൻ, വുമൺ ആൻഡ് ചൈൽഡ് ഹു കെയിം ഹിയർ ഈസ് ടു ബ്ലെയിം, സെഡ് സംവൺ. അപ്പൊ എവ്രി മാൻ, വുമൺ, ചൈൽഡ് ഇത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ സിംഗുലർ വെർബ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് 10th one. In the meantime, Mr. John, the manager's son, and the deputy manager of the company was seen talking to the troublemakers. ഇതിൻ്റെ അകത്ത് സബ്ജക്റ്റ് ഏതാ? മിസ്റ്റർ ജോൺ, ദ മാനേജേഴ്സ് സൺ ആൻഡ് ദ ഡെപ്യൂട്ടി മാനേജർ. ഇപ്പോൾ രണ്ട് സബ്ജക്ട്സ് ഉണ്ടല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് സബ്ജക്റ്റ് വരുമ്പോൾ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. വേറാണ് ഇവിടെ വരേണ്ടത്. നോക്കിയേ, if the manager's son and the deputy manager are the same person, then singular verb was is correct. Mr. John, the manager's son, and the deputy manager of the company. ഇവിടെ രണ്ടുപേരും രണ്ടാൾക്കാരാണ്. അതുകൊണ്ട് ഇവിടെ വേറെ വരണം. ഇവിടെ പക്ഷെ രണ്ടുപേരും ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാ? രണ്ടുപേരും ഒരാളാണെങ്കിൽ വാസ് കറക്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. If the manager's son and the deputy manager, ഇവർ രണ്ടുപേരും ഒരാളാണെങ്കിൽ
വാസ് സിംഗുലർ വെർബ് യൂസ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ഡെപ്യൂട്ടി മാനേജറിന് മുൻപ് ആർട്ടിക്കിളായ ദ വന്നിട്ടുണ്ട് അല്ലേ, ഒരു ദ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും രണ്ടാൾക്കാരാണ്. ഇപ്പം ദ ഇല്ലെങ്കിൽ അവരൊരാളാണ്. ഇവിടെ ഒരു ആർട്ടിക്കിൾ വന്നാൽ അവർ രണ്ടുപേര് ഡിഫറെൻറ്റ് പേഴ്സൺസ് ആണ്. സോ വി യൂസ് were ഇൻസ്റ്റെഡ് ഓഫ് was. വാസിന് പകരം were ആണ് യൂസ് ചെയ്യേണ്ടത്. രണ്ടുപേരാണെങ്കിൽ were യൂസ് ചെയ്യണം. Okay. Last we can go to the 11th last sentence. Here comes the CI and a few policemen cried someone. അപ്പം ഈ സെന്റൻസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സബ്ജക്റ്റ് ഏതാണ്? CI and a few policemen. അപ്പോൾ ഇത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. സോ വി യൂസ് പ്ലൂറൽ വെർബ്. സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് വെർബും പ്ലൂറൽ ആയിരിക്കണം. ഹിയർ അല്ലെങ്കിൽ ദറിൽ തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ അതിന്റെ സബ്ജക്റ്റ് എപ്പോഴും വെർബിന് ശേഷമായിരിക്കും വരുന്നത്. അപ്പം അത് സബ്ജക്റ്റ് നോക്കി അങ്ങോട്ട് നമ്മൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കി വെർബും ചേഞ്ച് ചെയ്താൽ മാത്രം മതി. അപ്പം അതാണ് ഈ ഒരു സെന്റൻസിലെ വ്യത്യാസം. കം ആണ് നമ്മൾ കംസിന് പകരം കം യൂസ് ചെയ്യണം. കം എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ വെർബാണ്. ഓക്കെ, ഈ 11 സെന്റൻസും എല്ലാവരും നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇപ്പം മെസ്സേജോ അല്ലെങ്കിൽ കോളിൽ കൂടെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ആദ്യം തന്നെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് വേണം പോകാനായിട്ട്. ആ റൂൾസും എല്ലാം തന്നെ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, താങ്ക് യു.